കേരളത്തിൻ്റെ രാഷ്ട്രീയ ചിത്രം എടുത്തു നോക്കിയാൽ ഓൾട്ടർനേറ്റീവ് ഗവൺമെൻറ് ഒരിക്കലും ഒരേ ഗവൺമെൻറ് രണ്ട് പ്രാവശ്യം ഇരുന്നിട്ടില്ല. ഏതെങ്കിലും കാരണവശാൽ കേരളത്തിൽ UDF അധികാരത്തിൽ കടന്നു വരാൻ കഴിഞ്ഞില്ലെങ്കിൽ കോൺഗ്രസിൻ്റെ തകർച്ചയാണ്. ലീഗിനത് ഉൾക്കൊള്ളാനേ കഴിയില്ല. അപ്പോൾ UDF സംവിധാനത്തിന് തന്നെ തകർച്ച ഉണ്ടാവും നടത്തും. തീർച്ചയായിട്ടും അവർക്കത് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇതിപ്പോൾ 2 പ്രാവശ്യം ഇരുന്നു എന്ന് മാത്രമല്ല, 3ാമത്തെ പ്രാവശ്യം കൂടി അധികാരത്തിൽ വരാനുള്ള എല്ലാ സാധ്യതകളും. കേരളത്തിൻ്റെ ഒരു പ്രത്യേകത ദേശീയപാത മാത്രമല്ല നമുക്കുള്ളത്, നമുക്ക് ഗ്രാമീണ റോഡുകളുണ്ട്. ഒരു വലിയ വളർച്ചയാണ് റോഡിൻ്റെ രംഗത്ത്. ചെറിയ ചെറിയ പ്രശ്നങ്ങളില്ലാന്ന് ഞാൻ പറയില്ല. നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് പ്രൊഫസർ KV തോമസ് സാർ. നമസ്കാരം സാർ. ഇലക്ഷന് ഇനി ആകെ മണിക്കൂറുകൾ മാത്രമേ നമ്മുടെ മുന്നിൽ ബാക്കിയേ ഉള്ളൂ. നിരവധി ഇലക്ഷൻ ക്യാമ്പയിൻ നടത്തുകയും അതുപോലെ തന്നെ ഇലക്ഷന് നേതൃത്വം നൽകുകയൊക്കെ ചെയ്ത ഒരു വലിയ അനുഭവ പാരമ്പര്യമുണ്ട്. 8ാം ലോകസഭ മുതൽ വലിയൊരു കാലം, അത് വലിയൊരു അരനൂറ്റാണ്ട് കാലം. അത് വലിയ കാലമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. പാർലമെന്റും ഒക്കെ അരനൂറ്റാണ്ട് കാലത്തെ ഒരു തിരഞ്ഞെടുപ്പ് ഒരു നമ്മുടെ അനുഭവ സമ്പത്തൊക്കെ തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിലും മാഷത് കുറേ സ്ഥലത്തൊക്കെ പ്രയോഗിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എങ്ങനെ കാണുന്നു? അത് മാത്രമല്ല, നമ്മൾ കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു വലിയ ഒരു മാറ്റം ഈ തെരഞ്ഞെടുപ്പിനും പ്രത്യേകതയുണ്ട്. 84 തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇന്ദിരാഗാന്ധിയുടെ വേർപാടിന് ശേഷം അങ്ങനെ ഓരോ തിരഞ്ഞെടുപ്പിലും ഓരോ പ്രശ്നങ്ങളുണ്ട്. ഈ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ 4 സംസ്ഥാനങ്ങളിലാണ് നടക്കുന്നത്. അതിൽ രാഷ്ട്രീയ പ്രാധാന്യമുള്ളത് പശ്ചിമ ബംഗാളും കേരളവും. ഒന്ന്, ഏതെങ്കിലും കാരണവശാൽ കേരളത്തിൽ UDF അധികാരത്തിൽ കടന്നു വരാൻ കഴിഞ്ഞില്ലെങ്കിൽ കോൺഗ്രസിൻ്റെ തകർച്ചയാണ്. ലീഗിനത് ഉൾക്കൊള്ളാനേ കഴിയില്ല. കാരണം നീണ്ട 10 വർഷക്കാലം അധികാരത്തിൽ നിന്ന് മാറുകയാണ്. അപ്പോൾ UDF സംവിധാനത്തിന് തന്നെ തകർച്ച ഉണ്ടാവും നടത്തും. തീർച്ചയായിട്ടും അവർക്കത് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല. പശ്ചിമ ബംഗാളിലെടുക്കുമ്പോൾ BJPക്ക് പ്രശ്നം. വീണ്ടും മമത അധികാരത്തിൽ വരുവാണെങ്കിൽ BJPക്കെതിരായി ദേശീയ തലത്തിൽ ഉയരുന്ന വലിയൊരു രാഷ്ട്രീയ ശക്തിയായ മമതാ ബാനർജി മാറും. ഈ രണ്ട് പ്രാധാന്യമുണ്ട്. ആസാമിലും കോൺഗ്രസിൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. പക്ഷേ അവിടെ BJPക്ക് ആദങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞു. തമിഴ്നാട്ടിൽ സ്റ്റാലിൻ എസ്റ്റാബ്ലിഷ്ഡാണ്. അദ്ദേഹത്തിനെതിരായിട്ടൊരു വെല്ലുവിളിയില്ല. ഇതാണ് ഇതിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം. കേരളത്തിലേക്ക് വരുമ്പോൾ പിണറായി വിജയൻ്റെ ഒരു വിജയത്തിൻ്റെ അംഗീകാരമാണ്. 3ാമത്തെ പ്രാവശ്യവും ഒരു കണ്ടിന്യൂസ് ഗവൺമെൻറ്, 15 വർഷം മുന്നോട്ട് പോകേണ്ട ഒരു ഗവൺമെൻറ്റിനെയാണ് ഇടത് മുന്നണി അധികാരത്തിൽ വന്നാൽ മുന്നോട്ട് വരുന്നത്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചിത്രം എടുത്തു നോക്കിയാൽ ഓൾട്ടർനേറ്റീവ് ഗവൺമെൻറ് ഒരിക്കലും ഒരേ ഗവൺമെൻറ് 2 പ്രാവശ്യം ഇരുന്നിട്ടില്ല. ഇതിപ്പോൾ 2 പ്രാവശ്യം ഇരുന്നു എന്ന് മാത്രമല്ല, 3ാമത്തെ പ്രാവശ്യം കൂടി അധികാരത്തിൽ വരാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അതിനൊരു കാര്യം, വികസന രംഗത്ത് അനന്യസാധാരണമായ ഒരു ധീരത പിണറായി വിജയൻ കാണിച്ചു. ഇപ്പോൾ മെട്രോ, കൊച്ചിൻ മെട്രോ തുടങ്ങി വെച്ചത് ഉമ്മൻചാണ്ടിയാണ്. പക്ഷെ അദ്ദേഹം ആലുവയിൽ നിന്ന് തുടങ്ങി പാലാരിട്ട് തെച്ചപ്പോൾ അവിടെ നിന്നു. പിന്നീട് മെട്രോ MG റോഡ് വഴി പോകണമോ, മേനക വഴി പോകണമോ, കായലിൽ കൂടി പോകണമെന്ന് തർക്കമായി. VS മുഖ്യമന്ത്രിയായ സന്ദർഭത്തിലൊക്കെ ഇത് പല പ്രാവശ്യം വിളിച്ചു കൂട്ടി, തീരുമാനം എടുക്കാൻ പറ്റില്ല. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായപ്പോഴും വിളിച്ചു കൂട്ടി, അപ്പോഴാണ് ആലുവയിൽ നിന്ന് പാലാരിവട്ടം വരെ വരുന്നത്. പക്ഷെ പിണറായി ഭരണം ഏറ്റെടുത്തപ്പോൾ ആദ്യത്തെ ഘട്ടം തന്നെ സമയബന്ധിതമായി തിരുപ്പൂണിത്തുറയിലെത്തിച്ചു. മാത്രമല്ല, ഇതൊരു വലിയ ബാധ്യതയാകും എന്ന് പ്രഡിക്റ്റ് ചെയ്ത ആളുകളെയൊക്കെ പരിഹസിച്ചുകൊണ്ടത് ലാഭകരമാക്കി. വയബിൾ പ്രോജക്റ്റായി. ഇപ്പോൾ 2ാം ഘട്ടമായിട്ട് തൃക്കാക്കരയ്ക്ക് പോകുന്നു. 3ാം ഘട്ടം എയർപോർട്ട് വഴി അങ്കമാലിക്ക് പോകുന്നു. സക്സസ് സ്റ്റോറിയാണ്. പിന്നെ കൊച്ചിൻ മെട്രോയുടെ പ്രത്യേകത 3 in 1 ആണ്. വാട്ടർ മെട്രോ, റെയിൽ മെട്രോ, റോഡ് മെട്രോ. അതൊരു പുതിയ സംവിധാനമായി മാറി, സക്സസ്ഫുൾ സംവിധാനമായി.
വാട്ടർ മെട്രോ ഒരു പുതിയ മുഖം നമ്മുടെ നഗരത്തിന് ചുറ്റുമുള്ള ദ്വീപ് സമൂഹങ്ങൾ, കടമക്കുടി, കുമ്പളങ്ങി ഉൾപ്പെടെ ദ്വീപ് സമൂഹങ്ങൾക്ക് സാധിക്കും. റോഡുകൾ നന്നായി, എറണാകുളത്ത് എന്തൊക്കെ പറഞ്ഞാൽ റോഡുകൾ നന്നായി. ഒരു ടിക്കറ്റ് എടുത്താൽ 3 യാത്ര എന്ന നിലയിലായി. അപ്പോൾ കൊച്ചിയുടെ വികസനത്തിനൊരു പുതിയ മുഖം നൽകാൻ അത് പിണറായി വിജയന് കഴിഞ്ഞു എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അദ്ദേഹം തുടങ്ങുന്നത് ഗെയിൽ പ്രോജക്റ്റിലാണ്. ഇന്ത്യയുടെ വളർച്ചയ്ക്ക്, വ്യവസായ വളർച്ച, സാമ്പത്തിക വളർച്ചയ്ക്കൊക്കെ വളരെ പ്രധാന ഘടകമാണ് ഗെയിൽ പ്രോജക്റ്റ്. അത് ഗുജറാത്ത് നടപ്പിലാക്കിയതിന് ശേഷവും ഒരേ സമയത്ത് തുടങ്ങിയ കൊച്ചി 1 ഇഞ്ച് മുന്നോട്ട് പോയില്ല. ആ രംഗത്ത് ഉമ്മൻചാണ്ടി പരാജയപ്പെട്ടു, PS പരാജയപ്പെട്ടു. പിന്നീട് ഏറ്റവും വരുന്നത് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ പിണറായി വിജയൻ. അദ്ദേഹം ധൈര്യമായിട്ട് മുന്നോട്ട് പോയി. ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, അത് പരിഹരിക്കാൻ കഴിഞ്ഞു. അതുപോലെ ദേശീയപാത, ഞാൻ ഈ കഴിഞ്ഞ 2.5 മാസം കേരളം മുഴുവൻ വ്യാപകമായി യാത്ര ചെയ്തതാണ്. കേരളത്തിൻ്റെ ഒരു പ്രത്യേകത ദേശീയപാത മാത്രമല്ല നമുക്കുള്ളത്, നമുക്ക് ഗ്രാമീണ റോഡുകളുണ്ട്. ഒരു വലിയ വളർച്ചയാണ് റോഡിൻ്റെ രംഗത്ത് കാണുന്നത്. ചെറിയ ചെറിയ പ്രശ്നങ്ങളില്ലാന്ന് ഞാൻ പറയില്ല. സത്യത്തിൽ പിണറായി വിജയൻ അല്ലായിരുന്നുവെങ്കിൽ കേരളത്തിൻ്റെ റോഡ് ശൃംഖല ഇങ്ങനെ മുന്നോട്ട് പോകും. ഞാൻ ഇന്ന് പോയിരുന്ന അരൂരാണ്. ഞാനിങ്ങനെ മുന്നോട്ട് നോക്കിയപ്പോൾ ആകാശപാതയാണ്, ഒരു സംഭവമാണ് അത് കാണുന്നത്. എതിർപ്പില്ലാത്ത എതിർപ്പുകളുണ്ടായിരുന്നു, പക്ഷെ അതിനെയൊക്കെ അതിജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് പിണറായി വിജയൻ്റെ വലിയൊരു സക്സസ് ആയിട്ട് നാം കാണേണ്ടതുണ്ട്. ഇതൊക്കെ പറയുമ്പോഴും കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ഇവിടെ വരികയും തിരുവല്ലയിൽ നടന്ന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു കേരളം വികസനത്തിൽ ഏറ്റവും പുറകിലാണെന്നും ആവശ്യമായ റോഡുകളില്ല, പാലങ്ങളില്ല, അതുകൊണ്ട് BJP സർക്കാർ ഉണ്ടായാൽ മാത്രമേ ഇവിടെ വികസനം ഉണ്ടാകുന്നു. ഇതേ സമയത്ത് തന്നെയാണ് കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ഒരുമിച്ച് കൊണ്ട് ഇവിടെ ദേശീയപാത വികസനം നടപ്പിലാക്കുന്നു, മറ്റു പല വികസന പ്രവർത്തനം നടപ്പിലാക്കുന്നു. ഇതിലൊരു വൈരുദ്ധ്യമില്ല സാർ? അതൊരു പൊളിറ്റിക്കൽ സ്വിച്ച് മാത്രമേ ഉള്ളൂ. കാരണം കേന്ദ്ര ഗവൺമെൻറ് തന്നെ കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ട്. എടുത്തു പറഞ്ഞ വേറെ ആരുമല്ല, കേരള ഗവർണറാണ്. കേന്ദ്രത്തിൻ്റെ പ്രതിനിധിയാണ്, BJPക്കാരനാണ്. അദ്ദേഹം പല പ്രസംഗങ്ങളിലും, റിപ്പബ്ലിക് ഡേ പരേഡ് കഴിഞ്ഞുള്ള പ്രസംഗത്തിലും സ്വാതന്ത്ര്യദിന പ്രസംഗത്തിലും ഒക്കെ കേരളത്തിൻ്റെ വളർച്ച, അതിൽ പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ്റിൻ്റെ സംഭാവന എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കൊണ്ട് തീർച്ചയായും പ്രധാനമന്ത്രി ഈ പ്രസംഗം ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ, തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പശ്ചാത്തലത്തെ നമ്മൾ കാണേണ്ടതുണ്ട്. ഈ കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ ദേശീയ നേതാവ്, അതായത് ACC വർക്കിംഗ് ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാൽ ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. അതായത് പ്രധാനമന്ത്രിയും നമ്മുടെ മുഖ്യമന്ത്രിയും തമ്മിൽ ഒരു രഹസ്യ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു രഹസ്യ കൂടിക്കാഴ്ച നടത്തിയിട്ട് മാഷ് എന്തായാലും അറിയാതിരിക്കില്ല. എന്താണ് അതിനെക്കുറിച്ച് മാഷിൻ്റെ അഭിപ്രായം? എനിക്കതിൽ സത്യത്തിൽ എന്താ ഇങ്ങനെ പറയാൻ KCക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. കാരണം KC ഞാനുമൊക്കെ ഡൽഹി രാഷ്ട്രീയം അറിയുന്ന ആളുകളാണ്. രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായ കാലഘട്ടം, എന്നെ സംബന്ധിച്ച് അതിനു മുമ്പ് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായ കാലഘട്ടം, നരസിംഹറാവു പ്രധാനമന്ത്രിയായ കാലഘട്ടം, അതുപോലെ പിന്നെ മൻമോഹൻ സിംഗ് എന്നൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഒരു പ്രധാനമന്ത്രിയെ കാണുക എന്ന് പറഞ്ഞാൽ ഒരു മുഖ്യമന്ത്രി, സാധാരണ ഒരു മുഖ്യമന്ത്രിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പക്ഷെ ഞാൻ ഇപ്പോൾ ഡൽഹി കാണുന്നത് BJPയുടെ മുഖ്യമന്ത്രിമാരാണ്, BJPയുടെ സംസ്ഥാന മന്ത്രിമാരാണ്. അവർക്കൊക്കെ അത്ര എളുപ്പത്തിൽ പ്രധാനമന്ത്രിയെയോ അമിത്ഷായോ ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിയെ കാണാൻ കഴിയുന്നില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. അവിടെയെല്ലാം പിണറായി വിജയൻ ഒരു ദിവസം പോലും കാത്തു നിൽക്കേണ്ടി വന്നിട്ടില്ല. പലപ്പോഴും അമിത്ഷായ്ക്ക് അപ്പോയിൻമെൻറ്റ് തരുമ്പോൾ മറ്റു പല രാഷ്ട്രീയ കാരണങ്ങളെ വേണ്ടാന്ന് വെക്കേ ഉണ്ടായിട്ടുള്ളൂ. അതിനൊരു കാരണം പിണറായി വിജയൻ്റെ കരുത്താണ്, അദ്ദേഹത്തിൻ്റെ ഭരണപരമായ കഴിവാണ്. അത് പ്രധാനമന്ത്രി ഉൾപ്പെടെ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ അംഗീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കുറേ അലിഗേഷൻസ് വന്നിട്ടുണ്ട്. ഈ അലിഗേഷൻസ് എല്ലാം പരിശോധിച്ചതല്ലേ കേന്ദ്ര ഗവൺമെൻറ്. അതിൽ ഏതെങ്കിലും ഒന്നിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു അംഗീകാരം കൊടുക്കില്ല. അപ്പോൾ അദ്ദേഹത്തിനെതിരായിട്ട് വന്ന 3-4 കേസുകൾ പരിശോധിച്ചാൽ സുപ്രീം കോടതി പോലും നിൽക്കുന്നില്ല. അതിലൊരു കേസ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വന്ന കേസ് നമുക്കറിയാം. ഉമ്മൻചാണ്ടിനെ പറഞ്ഞത് അവസാനത്തെ മന്ത്രിസഭയിൽ നിന്ന് പൊളിറ്റിക്കൽ പ്രഷർ കൊണ്ടാണ് ആ കേസ് എടുത്തത്. അപ്പോൾ ഒരു സത്യവുമില്ല, ഒരു പോലും അടയുടെ സത്യമില്ലാത്ത കാര്യത്തിൽ സുപ്രീം കോടതി പോലും ആ കേസുകൾക്കൊന്നുമില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പോൾ ധനകാര്യപരമായ ആരോപണങ്ങൾ വന്നു. അത് പഠിക്കുന്ന ആളിൽ നിർമ്മലാ സീതാരാമൻ
ആ നിർമ്മലാ സീതാരാമൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കേരള മുഖ്യമന്ത്രിയുടെ ഭരണം കരുത്തതുപോലെ വലുതാണ്. അതുകൊണ്ടാണല്ലോ അവർ വന്ന് പിണറായി വിജയൻ കേരള ഹൗസിലൊരു പ്രഭാത ഭക്ഷണം കൊടുത്ത് വന്നിരുന്നത്. തനിച്ചായിരുന്നില്ല, നമ്മുടെ ഗവർണർ കൂടി ഉണ്ടായിരുന്നു, ഞങ്ങളൊക്കെ കൂടെയുണ്ട്. സന്തോഷത്തോടെ കാപ്പ് കുടിച്ചു. അത് രാഷ്ട്രീയ കാഴ്ചപ്പാടെന്തിനാണ്? അത് നമ്മൾ അഭിമാനിക്കട്ടെ. രാഷ്ട്രീയമൊക്കെ മാറ്റിവെക്കും. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്നത് CPM മുഖ്യമന്ത്രിയല്ല, കേരളത്തിലെ ജനങ്ങളുടെ മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രിക്ക് പ്രധാനമന്ത്രി എപ്പോൾ കാണണമെന്ന് വെച്ചാൽ അപ്പോൾ കാണുന്നു. പിന്നൊരു ആരോപണം ഉദ്യോഗസ്ഥന്മാരില്ലാതെ കാണുന്നു എന്നുള്ള. ഡൽഹിയിലെ ചിത്രം എല്ലാവർക്കും അറിയാം, വേണുവിനും അറിയാം. ഇപ്പോൾ മന്ത്രിസഭ നടക്കുമ്പോൾ ശരത് പവാർ, ചിദംബരം, പ്രധാനമന്ത്രി മൻമോഹൻ സിംഗൊക്കെ ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തിലല്ല മറുപടി പറയാം, അവർക്കറിയാം സബ്ജക്റ്റ്. അതുപോലെ തന്നെ പ്രധാനമന്ത്രി കാണാൻ പോകുമ്പോൾ പിണറായി വിജയന് ഒരു ഉദ്യോഗസ്ഥന് വേണമെന്നില്ല. ഞാൻ കൂടെ പോകാറുണ്ട് പലപ്പോഴും. അദ്ദേഹം ചോദിക്കുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയില്ലെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും കൂടെയുള്ളവർ മറുപടി പറയും. കൺസേൺഡ് മന്ത്രിമാരുണ്ടെങ്കിൽ അവർ പറയും. അപ്പോൾ വ്യക്തതയുണ്ട്. അദ്ദേഹം എന്ത് പറയുന്നു എന്നുള്ളത് വ്യക്തതയുണ്ട്. അദ്ദേഹത്തിന് അപ്പോൾ ആ സമയത്ത് ചീഫ് സെക്രട്ടറിയോ അതുമായി ബന്ധപ്പെട്ടൊരു ഒരു ഉദ്യോഗസ്ഥന് വേണമെന്നില്ല. അത് അദ്ദേഹം ആ വിഷയത്തിലെടുക്കുന്ന പഠിക്കാനും അത് പഠിച്ച കാര്യങ്ങൾ കൃത്യമായി പറയാനും കഴിയുന്നു എന്നുള്ളത് പറഞ്ഞാൽ നമ്മൾ ആലോചിക്കുന്നത്. അപ്പോൾ അത് KC പറയുന്നതിൽ എനിക്ക് അത്ഭുതമില്ല. കാരണം KCയിലെ പാർലമെൻറ്റിലെ പ്രസംഗം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അദ്ദേഹം പറയുന്നതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. പക്ഷെ KC പറയുന്നതിൻ്റെ ഒരു കൃത്യമായ ലക്ഷ്യമെന്ന് പറയുന്നത് ഇവിടെ BJPയും അതുപോലെ തന്നെ CPM-ഉം പ്രത്യേകിച്ചിട്ട് ഇവിടുത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും നരേന്ദ്രമോദിയും മറ്റ് ചില ബന്ധങ്ങളുണ്ട്, അന്തർധാരയുണ്ട് എന്നും ഇവിടെ ഒരു തവണയും കൂടി കോൺഗ്രസ് തോൽക്കുന്നതിന് വേണ്ടി BJP ആഗ്രഹിക്കുന്നു എങ്കിൽ മാത്രമേ BJPക്ക് അവരുടെ രാഷ്ട്രീയ ലക്ഷ്യം പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ. കേരളത്തിൽ അവർ 36 അധികാരത്തിൽ വരും എന്ന് പറയുന്നുണ്ട്. അതിലേക്ക് എത്താൻ വേണ്ടിയുള്ള സഹായം അങ്ങോട്ടും കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇതാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ആരോപണം. അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ? അത് നമ്മൾ അവരുടെ രാഷ്ട്രീയം കാണണം. ദേശീയ രാഷ്ട്രീയത്തിൽ BJPക്കെതിരായി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ CPM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ചേർന്ന് ഒന്നിച്ചു പോകുന്നതാണ് ഇന്ത്യ മുന്നണി. അത് രൂപം കൊടുക്കുന്ന യെച്ചൂരിക്ക് വലിയ പങ്കുണ്ട്. അന്ന് ഞാൻ യെച്ചൂരിയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. യെച്ചൂരി, ദേശീയ രാഷ്ട്രീയത്തിൽ CPM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ അംഗീകരിക്കണമെങ്കിൽ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് നിങ്ങൾ വരണം, ഡൽഹിക്ക് കൂടുതൽ MP-മാർ വരണം, ഭരണം ഉണ്ടാകണം. പക്ഷേ കേരളത്തിൽ നിങ്ങൾക്കത് കഴിയുമോ? കേരളത്തിൽ കോൺഗ്രസും CPM പരസ്പരം ഏറ്റുമുട്ടുക. അപ്പോൾ ഈ ഒരു ഐക്യത്തിന് ദേശീയ മുന്നണിയിൽ ഒരു ഭാഗത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ CPM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പാർട്ടികൾ ഒന്നിച്ചു ചേർന്ന് BJPയെ എതിർക്കുന്നു. കേരളത്തിലേക്ക് വരുമ്പോൾ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ശത്രു BJP അല്ല, CPM ലെഫ്റ്റ് പാർട്ടീസാണ്. അപ്പോൾ ഇതെങ്ങനെ യോജിക്കുന്നു? ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. യെച്ചൂരിയുടെ കഴിവെല്ലാവർക്കും അറിയാം. യെച്ചൂരി എന്നോട് പറഞ്ഞു, മാഷേ, ദേശീയ തലത്തിൽ നമ്മുടെ ശത്രു BJPയാണ്, അതിന് കോംപ്രമൈസ് ഇല്ല. അങ്ങനെ വരുമ്പോൾ ദേശീയ തലത്തിൽ വേരുള്ളൊരു പാർട്ടിയാണ് കോൺഗ്രസ്, നമ്മൾ അംഗീകരിക്കുന്നു. നമ്മൾ മാത്രമായിട്ട് നടക്കില്ല. അപ്പോൾ ദേശീയ കാഴ്ചപ്പാട് കണ്ടുകൊണ്ട് കേരളം പോലെ പിടിച്ചു നിൽക്കേണ്ട ഇടത് പ്രസ്ഥാനങ്ങൾക്ക് ശക്തി കൊടുക്കേണ്ട സംസ്ഥാനങ്ങളിൽ കോൺഗ്രസുമായിട്ട് ഡയറക്റ്റായിട്ട് ഏറ്റുമുട്ടുമ്പോഴും ദേശീയ കാഴ്ചപ്പാടുകൂടി BJP എതിർക്കാൻ വേണ്ടി ഒരു രാഷ്ട്രീയ തീരുമാനമെടുക്കുന്ന CPM. ആ CPM എങ്ങനെയാണ് BJPയുമായിട്ടൊരു അന്തർധാര ഉണ്ടാക്കുക? ഇവിടെ അന്തർധാരമല്ല, ഇവിടുത്തെ പ്രാക്ടിക്കൽ പൊളിറ്റിക്സ് മനസ്സിലാക്കാൻ രാഹുൽ ഗാന്ധിക്കോ പ്രിയങ്കയ്ക്കോ കഴിയുന്നില്ല, ഈവൻ സോണിയാജിക്ക് കഴിയുന്നില്ല. അവിടെയാണ് ഞാനും രാഹുൽ ഗാന്ധിയുടെ തർക്കം ആരംഭിക്കുന്നത്. ഞാൻ പറഞ്ഞു, അദ്ദേഹം വയനാട് ആദ്യം മത്സരിക്കാൻ തീരുമാനിച്ചു. അന്ന് ഞാൻ പറഞ്ഞു, ചെയ്യരുത്, നിങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്, ഇന്ത്യ മുന്നണി നയിക്കുന്നു, നിങ്ങൾക്ക് കർണാടക മത്സരിക്കാം, നിങ്ങൾക്ക് അവിടുത്തെ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിൽ മത്സരിക്കാം, കേരളത്തിലല്ല. ഇനി കേരളത്തിൽ വേണോ, നിങ്ങൾ വയനാടല്ല എടുക്കേണ്ടത്, നിങ്ങൾ വേണമെങ്കിൽ എറണാകുളത്തേക്ക് വരാം. ഞാനൊന്ന് തുറന്നു പറഞ്ഞ ഒരാളാണ്, അത് യെച്ചൂരിക്ക് ഉൾപ്പെടെ അറിയാം. അപ്പോൾ ഒരു രാഷ്ട്രീയ പക്വത കോൺഗ്രസിനില്ല എന്നുള്ളതാണ് KCയുടെ പറച്ചിൽ നിന്ന് വരുന്നത്. പിന്നെ അദ്ദേഹം പറയുമ്പോൾ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ സ്ഥിതി എന്താ. അദ്ദേഹം ഓർഗനൈസേഷൻ സെക്രട്ടറിയായി വലിയ പോസ്റ്റില്ലേ, പ്രണാബ് കുമാർ മുഖർജി ഒരിക്കലും ഇരുന്നിരുന്നു, അഹമ്മദ് പട്ടേൽ ഏറ്റവും അവസാനം വന്നു. അവരൊക്കെ ഇരുന്ന കാലത്ത് കോൺഗ്രസിന് തളർച്ച വന്നിട്ടില്ല. KC കോൺഗ്രസിൻ്റെ ഓർഗനൈസേഷൻ സെക്രട്ടറി ആയിട്ട് തകർച്ച എന്താണ്? അതേ ആലോചിക്കണം, എങ്ങനെ വന്നു? കോൺഗ്രസിലേക്ക് ആളുകളെ കൂടെ നിർത്തുക എന്നതിന് പകരം
ഉള്ളവനെയൊക്കെ പുറത്താക്കുക. അതാണല്ലോ സമയമാണല്ലോ രാഹുൽ ഗാന്ധിയും കേസ് എടുക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തതയില്ല, രാഷ്ട്രീയത്തിലൊരു വ്യക്തതയില്ലാത്തവരാണ് കേസി. ആ കേസിയുടെ അഡ്വൈസിലാണ് രാഹുൽ മുന്നോട്ട് പോകുന്നത്. സത്യത്തിൽ ആരാ കൂടുതൽ സന്തോഷിക്കുന്നത്? BJP അല്ലേ? ഈ KC വേണുഗോപാലും KC വേണ്ട അഡ്വൈസിൽ രാഹുലും ഉള്ളിടത്തോളം കാലം പേടിക്കേണ്ട കാര്യമുണ്ട് BJPക്ക്. BJPയുടെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് സഹായിക്കുന്നത് കോൺഗ്രസിൻ്റെ കാഴ്ചപ്പാടില്ലാത്ത രാഷ്ട്രീയ നീക്കങ്ങളാണ്. അവിടെ നമ്മളത് കാണേണ്ടത്. പക്ഷേ ഈ BJP ആയിട്ട് CPM ചില ധാരണയുണ്ട് എന്ന് ആളുകൾ വിശ്വസിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം വയനാടിൽ നമുക്കറിയാലോ, ഈ വലിയ ദുരന്തം നടന്നു. അവിടെ കേന്ദ്ര സർക്കാർ എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്ന് തീരുമാനിച്ചു. മാഷയിൽ പലപ്പോഴായിട്ട് ഇടപെട്ട ഒരാളാണ്. അതുകൊണ്ട് എന്നിട്ടും അവരൊന്നും ഇടപെട്ടുകയോ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും ഇന്ന് ഈ ഏറ്റവും കൂടുതൽ ഉയർത്തിക്കാണിക്കുന്നത് വയനാട്ടിലെ ഈ ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ ഫണ്ട് എവിടെ പോയി എന്നുള്ളതാണ്. എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇതിനു വേണ്ടിയിട്ടൊന്നും ചെയ്തില്ല എന്ന് ഉയർത്തിക്കാണിക്കുന്നതിന് പകരമായിട്ട് ഇവിടെ ഏറ്റവും കൂടുതൽ ഉയർത്തപ്പെടുന്ന വിവാദത്താണ് കോൺഗ്രസ് അല്ലേ. CPM പിണറായി വിജയനും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് അർഹമായ കേന്ദ്ര സഹായം വയനാട് കിട്ടിയിട്ടില്ല. പരസ്യമായി പ്രധാനമന്ത്രി കുഞ്ഞുങ്ങളെ കയ്യിലെടുത്ത് പറഞ്ഞതാണ്. അത് തന്നില്ലെങ്കിൽ പോലും നമ്മുടെ സ്വന്തം സോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ ജനങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കും, മറ്റ് സഹായങ്ങളൊക്കെ ചെയ്തു. അല്ല, അത് ചെയ്തു എന്ന് പറഞ്ഞാൽ പിന്നെ മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് ജനങ്ങൾ ഉദാരമായി സംഭാവന ചെയ്തുകൊണ്ടാണ്. അത് ഇപ്പൊ ഇത് ഇടതുപക്ഷത്തിന്റെ മാത്രം പ്രത്യേകതയായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് നേതൃത്വം കൊടുത്തത് ഇടത് മുന്നണി വിശ്വാസം കൊണ്ടുകൊണ്ട് ഇവിടുന്ന് കോൺഗ്രസ് ഇറങ്ങിയില്ലേ? കോൺഗ്രസ് സംഭാവനക്ക് പോയി. കോൺഗ്രസിന് അധികാരമില്ലല്ലോ ഇവിടെ. അല്ല, അവർക്ക് സംഭാവന കിട്ടിയല്ലോ. കോൺഗ്രസിന് സംഭാവന കിട്ടിയല്ലോ. അവർ പറയുന്നത് ഞങ്ങൾക്ക് സ്ഥലം വാങ്ങാനുള്ള പൈസ മാത്രമേ കിട്ടിയുള്ളൂ, കാരണം അധികാരത്തിലില്ല, കുറെ കാലമായി അധികാരത്തിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും ചില വാക്കുകൾ കോൺഗ്രസ് കൊടുത്തിട്ടുണ്ടല്ലോ. കോൺഗ്രസ് കർണാടകയെ ഭരിക്കുന്നുണ്ടല്ലോ, തെലങ്കാനയിൽ ഭരിക്കുന്നുണ്ടല്ലോ. കളക്ഷൻ്റെ കാര്യത്തിൽ കോൺഗ്രസ് ഒട്ടും മോശമൊന്നുമില്ലല്ലോ. കിട്ടിയത് എന്ത് ചെയ്തു? ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ വയനാട് ദുരന്തത്തിൽ കോൺഗ്രസിന് കിട്ടി തുക എന്ത് ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ പറയാൻ കഴിഞ്ഞിട്ടുണ്ട്? ഇല്ല. അവിടെ യൂത്ത് കോൺഗ്രസിന് തർക്കം ഉണ്ടായില്ലേ? അത് പരസ്യമായിട്ട് വന്നല്ലേ യൂത്ത് കോൺഗ്രസിൻ്റെ അടുത്ത് മാങ്കൂട്ടത്തിൻ്റെ മുഖത്ത് നോക്കി സഹപ്രവർത്തകർ എവിടെയാണ് പൈസ? മറിച്ച് അതല്ലല്ലോ. LDFനെ സംബന്ധിച്ചിടത്തോളം CPM ഉള്ള കാശ് കളക്ട് ചെയ്തു, നമ്മുടെ ഇൻകം വർദ്ധിപ്പിച്ചു. അതിന് തർക്കമൊന്നും ആർക്കില്ല. ഇപ്പം 400 കോടി രൂപ നമ്മൾ ട്രഷറി വെച്ചുകൊണ്ടാണ് ഈ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. പണ്ടൊക്കെ നമ്മൾ ഓർക്കണം, ഓരോ ഗവൺമെൻറ് മാറും ബാധ്യതകളാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഉമ്മൻചാണ്ടി ഭരണം VSലേക്ക് പോകുമ്പോൾ ബാധ്യതകളാണ് കൊടുത്തത്. ഇത് ബാധ്യതയൊന്നുമില്ലല്ലോ. വരുന്ന ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം, പുതിയ ഗവൺമെൻറ് ആരെങ്കിലും ആയിക്കോട്ടെ, ആ ഗവൺമെൻറ്റിന് സന്തോഷത്തോടു കൂടി ഉറങ്ങാം. കാരണം ട്രഷറി പൈസയുണ്ട്, ശമ്പളം കൊടുക്കാത്തൊരു സാഹചര്യം ഉണ്ടാവില്ല, സാമൂഹ്യ പദ്ധതികൾ മുന്നോട്ട് പോകും. ആ രീതിയിൽ നമ്മുടെ സമ്പദ്ഘടന ശക്തമാക്കി. നമുക്ക് സാമ്പത്തിക രംഗത്ത് പ്രതിസന്ധികളുണ്ട്. ഏകദേശം 40,000 കോടി രൂപയോളം നമുക്ക് കിട്ടാനുണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ. കിട്ടാത്തപ്പോൾ പോലും നമ്മൾ ഉയർത്തിയ നമ്മുടെ ഇൻകം, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഇൻകം വെച്ച് നമ്മൾ മുന്നോട്ട് പോയി. ഈ ഇലക്ഷനിൽ എന്തുകൊണ്ടാണ് ഈ കിട്ടാനുള്ള പണത്തെക്കുറിച്ചൊന്നും ഇടതുപക്ഷം വലിയ ഒരു BJPക്കെതിരെ ഒരു ആരോപണമായിട്ട് ഉന്നയിക്കാത്തത്? നമ്മൾ പല പ്രാവശ്യം വളരെ ലൈറ്റായിട്ടുള്ളൂ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് എത്രയോ പ്രാവശ്യം 40,000 കോടി നമുക്ക് കിട്ടാനുണ്ട്. ഈ ഇലക്ഷനിൽ അത് പറയുന്നില്ല. അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. CMന്റെ പല മീറ്റിങ്ങുകളിലും CM വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞു കാണിച്ചായിരിക്കാം, പക്ഷേ അത് വ്യക്തതയോടുകൂടി പറഞ്ഞിട്ടുണ്ട്. മാധ്യമങ്ങൾ ഇത് കൊടുത്തിട്ടുണ്ട്, ഇത് പൈസ കിട്ടിയിട്ടില്ല, അത് കൂടി പറഞ്ഞല്ലോ. ഇത് ഇപ്പം ധനകാര്യമന്ത്രി പറഞ്ഞല്ലോ, നമുക്ക് ഇത്ര രൂപ കിട്ടാനുണ്ട്, പക്ഷെ നമ്മുടെ ഇത്ര രൂപയുണ്ട് ഇപ്പോൾ. അപ്പോൾ നമ്മളെ ദാരിദ്ര്യത്തിലല്ല, അതോടൊപ്പം തന്നെ സാമൂഹ്യ പദ്ധതികളൊന്നും കൊടുക്കാതിരുന്നിട്ടില്ല. ഹിമാചൽ പ്രദേശത്തിൽ ശമ്പളം വെട്ടിക്കുറച്ചിരിക്കുക പലരുടെയും. പല സംസ്ഥാനങ്ങളിലും ശമ്പളം കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് പോകുന്നു. കർണാടക ഗവൺമെൻറ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്ത് നല്ല വാഗ്ദാനങ്ങളൊന്നും പാലിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം അങ്ങനെയൊരു സാഹചര്യത്തിലും കേരളത്തിൻ്റെ ഒരു പ്രതികൂല സാഹചര്യങ്ങളും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു വ്യത്യസ്ത സമീപനമുണ്ടെങ്കിൽ പോലും നമ്മളത് ധീരമായി അതാണ് ഭരണത്തിൻ്റെ കഴിവ്. ട്രഷറി പൂട്ടിയിടലല്ല, ട്രഷറി തുറന്നു വെച്ചുകൊണ്ട് തന്നെ പോവുക എന്നുള്ളതാണ്.